ഒരു കഥ സൊല്ലട്ടുമാ. ഓക്കെ, അപ്പോൾ ഈ ഗെയിമിൻ്റെ പ്രോഗ്രഷൻ ഞാൻ ആദ്യം തൊട്ട് റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ച് ഗെയിം തുടങ്ങിയ സമയം തൊട്ട് ഞാൻ ഈ ഗെയിം സ്ക്രീൻ റെക്കോർഡർ ഓണാക്കിയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം റെക്കോർഡ് ചെയ്തു, കുറച്ചധികം നേരം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ റെക്കോർഡിങ് മൊത്തം കറക്റ്റായി. എന്നിട്ട് ഞാൻ ഒരുപാട് കളിച്ച് പോരുകയും ചെയ്തു. ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പം ഞാൻ കളിച്ച് നിർത്തിയെടുത്തു എന്നായിരിക്കും. ഓക്കെ, സോ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് അൺടൈറ്റിൽഡ് ഡ്രിൽ ഗെയിം. ഇത് റോബ്ലോക്സിലുള്ള മറ്റൊരു പുതിയ ഗെയിമാണ്. ഈ ഒരു ഗെയിമിലോട്ട് ഞാൻ കയറിയപ്പോൾ എനിക്ക് ഗെയിമിനെ പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയില്ലായിരുന്നു. ഒരു പ്ലോട്ട്, ഒരു പ്ലെയിൻ തരിശുഭൂമി എനിക്ക് തന്നിട്ട് അവർ എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോയി കളഞ്ഞു. അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, ഈ ഗെയിമിൻ്റെ ട്യൂട്ടോറിയൽ കളിച്ചിട്ട് നേരെ കുറച്ച് ഡ്രില്ല് മേടിച്ചു, എൻ്റെ പ്ലോട്ടിലോട്ടങ്ങ് വെച്ചു. പിന്നെയാണ് ഗെയിം മനസ്സിലായത് ഇറ്റ് ഈസ് ബേസിക്കലി ആൻ ആർ എൻ ജി എന്ന് പറഞ്ഞാൽ നമുക്ക് റാൻഡമായിട്ട് നമ്മുടെ ലക്ക് അനുസരിച്ച് സാധനങ്ങൾ കിട്ടും. അത് നമ്മൾ സെല്ല് ചെയ്യണം, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കണം, വീണ്ടും നമ്മൾ ഡ്രില്ല് മേടിക്കണം, പ്ലേസ് ചെയ്യണം. അങ്ങനെ ബേസിക്കലി ഒരു ഫൺ ഗെയിമാണ്. അധികം സ്ട്രെസ്സൊന്നും കൊടുക്കാണ്ട് കളിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഗെയിം. അപ്പോൾ എൻ്റെ പ്ലോട്ടിൽ ഞാൻ ഓൾറെഡി കുറേ ഡ്രില്ല് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം തൊട്ടുള്ള പ്രോഗ്രഷനിലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റ ഡ്രില്ലിൽ നിന്നാണ് തുടങ്ങിയത്. പക്ഷേ അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല, അൺഫോർച്ചുനേറ്റ്ലി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്ലാഷ് ബാക്കാണ്. സോ ഈ ഗെയിമിൽ ഞാൻ എവിടം വരെ പ്രോഗ്രസ് ചെയ്തു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഈ കാണുന്ന ഡ്രില്ലെല്ലാം കൂടി മേടിച്ച് വെച്ചു, എന്നിട്ട് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിമിലുള്ള ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ള ഓർ കളക്ട് ചെയ്യണം, പിന്നെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിലുള്ള ഡ്രില്ല് നമുക്ക് മേടിച്ച് നമ്മുടെ പ്ലോട്ടിൽ വെക്കണം. അത് ചെയ്യണമെങ്കിൽ ഈ ഗെയിമിൽ നമ്മൾ ഒരുപാട് തവണ റീബർത്ത് അടിക്കേണ്ടിയിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സാധനമില്ലേ, അതാണ് റീബർത്ത്. അത് നമ്മൾ ചെയ്താൽ സെക്കൻഡ് ഫേസ് അൺലോക്ക് ആകും. സെക്കൻഡ് ഫേസ് അൺലോക്ക് ആകുമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലോട്ടിലുള്ള എല്ലാ ഡ്രില്ലും പോകും, നമ്മൾ ഗെയിം ആദ്യം തൊട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 5-6 റീബർത്ത് അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഗെയിമിൻ്റെ എൻഡിലോട്ട് നമ്മൾ വരും. ഗെയിമിൻ്റെ എൻഡിൽ നമുക്ക് ഏറ്റവും പവർഫുൾ, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രില്ല് മേടിച്ച് വയ്ക്കാം. എന്നിട്ട് ഏറ്റവും കിടിലൻ ഓവർസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഈ മേടിച്ച് വെച്ചേക്കുന്ന സാധനത്തിൽ നിന്നൊന്നും വലിയ കാര്യമായിട്ടുള്ള ഒന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം ടിന്ന്, കോപ്പർ, അയൺ, അങ്ങനത്തെ ഒരുമാരത്തെ ആർക്കും വേണ്ടാത്ത കുറേ സാധനങ്ങളാണ് തരുന്നത്. ഓക്കെ, സെല്ല് ചെയ്താൽ ഒരു വിലയില്ലാത്തത്. നമുക്കിപ്പോൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ തൽക്കാലം കിട്ടാവുന്ന പൈസയിലുള്ള ഡ്രില്ല് മേടിച്ച് വെച്ചിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് പ്ലോട്ട് അപ്ഗ്രേഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കയ്യിൽ പൈസ കിട്ടുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള ഡ്രില്ലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ വലിയ ഡ്രില്ലുകൾ ഫേസ് 1 തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. യുറേനിയം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഏറ്റവും റെയറായിട്ടുള്ള സാധനം കിട്ടി, യുറേനിയം. ഈ യുറേനിയം ആണ് ഇപ്പോൾ ഞാൻ ഇത്രയും പ്രോഗ്രസ് ചെയ്തതിൽ വെച്ച് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും റെയറസ്റ്റ് സാധനം. 1 in 10,000. ഓക്കെ, ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് ഒരുപാട് സംഭവം ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്തു. എൻ്റെ പ്ലോട്ട് നേരത്തെ ഇരുന്നതിൻ്റെ ഒരു ചായയില്ലാത്ത രീതിയിൽ ഞാൻ മാറ്റി. ഇവിടെ 2 പെട്ടി വെച്ചു. ഈ പെട്ടിയുടെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഓരോ ഡ്രില്ലിലും ഓടി നടന്ന സാധനം കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്, അത് നമുക്ക് മാറ്റി ഈ സാധനം എല്ലാം വന്ന് നമുക്ക് ആ പെട്ടിക്കകത്തുനിന്ന് കളക്ട് ചെയ്യാം. അതായത് എല്ലാ ഡ്രില്ലും മൈൻ ചെയ്തെടുക്കുന്ന ഓറ് നമുക്ക് ഈ 2 പെട്ടികളിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. വളരെ ടൈം സേവിങ് ഐറ്റമാണ്. എനിക്ക് ഈ ഗെയിമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ 2 പെട്ടിയാണ്. പിന്നെ ഒരുപാട് ഡ്രില്ല് ഞാൻ വെച്ചു, ഒരുപാട് അപ്ഗ്രേഡ് ഞാൻ നടത്തി. അതായത് സൈഡ് മൊത്തം പ്ലാസ്മ ഡ്രില്ല്, ഈ പറയുന്ന ഫേസ് 1 ഏറ്റവും പവർഫുൾ ഡ്രില്ല്, ഈ നീല സാധനം സർജ് ഡ്രില്ല് എന്നാണ് എൻ്റെ പേര്, അത് ഞാൻ കൊണ്ടുപോയി വെച്ചു. ഒരുപാട് സാധനം ഞാൻ ചെയ്തു, കുറച്ച് നേരം എടുത്തു കേട്ടോ. ഇതിൻ്റെ മറ്റേ റെക്കോർഡിങ്ങിൻ്റെ ഇടയിലുള്ള റെക്കോർഡിംഗ് ആണ് എനിക്ക് മിസ്സായി പോയത്. ഓക്കെ, അപ്പോൾ ഇത്ര അപ്ഗ്രേഡ് ഞാൻ ചെയ്തു. ഇനി എനിക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ റീബർത്ത് ചെയ്യുക. റീബർത്ത് ചെയ്താൽ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനവും പോവും, ഫേസ് 2 ഞാൻ മാറും. ഓൾസോ റീബർത്തിന് വേണ്ട യുറേനിയവും അഡമൻറ്റൈറ്റും ഞാൻ കളക്ട് ചെയ്തു. ഇനി എനിക്ക് റിക്വയർഡ് ആയിട്ടുള്ള കുറച്ച് ബ്ലോക്സ് മൈൻക്രാഫ്റ്റിൻ്റെ ഇതേ വായിൽ വരത്തുള്ളൂ. ഓർസ് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റീബർത്ത് ചെയ്യാനായിട്ട് പറ്റും. യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടിക്കകത്തിരിക്കുന്ന കുറച്ച് സാധനം കളക്ട് ചെയ്യാം. വാട്ട് ദ ഫക്ക് ബ്രോ, 1 in 6,000, 250,000. എന്തൊരിത് കണക്കത്? 1, 10, 100, 1000, 10,000, 1,00,000, 10,00,000, 62,50,000 റെയറായിട്ടുള്ള ഒരു എലമെൻറ്റ്, ഒരു ഓർ നോക്കി കിട്ടി. സ്റ്റെല്ലാറൈറ്റ് നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും റെയർ സാധനം നമുക്ക് കിട്ടി. ഹിയർ വി ഗോ ഗൈസ്, സ്റ്റെല്ലാറൈറ്റ് 62,50,000. നമുക്ക് ഡിസ്പ്ലേയിൽ ഈ ഓർ പ്ലേസ് ചെയ്യാം. നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും റെയർ, അത്യാവശ്യം കാണാൻ ലുക്കുള്ളൊരു ഓർ. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ.
6,50,000 രൂപയാണ് ആ ഒറ്റ സ്റ്റെല്ലാറൈറ്റിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്കെൻ്റെ പർപ്പസ് ഇല്ല ഇപ്പോൾ, കാരണം നമ്മൾ റീബർത്ത് അടിക്കാൻ പോവാണ്. വി ആർ ഗോണ ഡു എ റീബർത്ത്, ഫേസ്റ്റ് റീബർത്ത് വിത്ത് സ്റ്റെല്ലാറൈറ്റ്. ഈ സ്റ്റെല്ലാറൈറ്റ് കുറച്ച് നേരത്തെ കിട്ടിയായിരുന്നെങ്കിൽ ഒരു 5-6 സർജെങ്കിലും ഞാനിവിടെ മേടിച്ച് വെച്ചേനെ. ലക്കില്ല, ലക്കുണ്ട് ബട്ട് നോട്ട് ഇൻ ദ റൈറ്റ് ടൈം. ഓൾറൈറ്റ് ഗൈസ്, സോ നമുക്ക് റീബർത്ത് അടിക്കാം. വേറൊരു സാധനം കൂടി കിട്ടി, സെലസ്റ്റൈൻ. ഓ നോ, റീബർത്ത് അടിക്കാൻ പോകുമ്പോൾ എല്ലാം കിട്ടും. എല്ലാ സാധനവും റീബർത്ത് അടിക്കാൻ പോകുമ്പോഴാണ് കിട്ടുന്നത്. സാരമില്ല, പോട്ടെ. എനിവേ ഗൈസ്, ലെറ്റ്സ് ഡു അവർ ഫസ്റ്റ് റീബർത്ത്. എന്തു പറ്റി? ആയില്ലേ? നോ, കുറച്ചുകൂടി മൈൻഡ് ചെയ്യാനുണ്ട്. യു നീഡ് മോർ മൈൻഡ്. ഇപ്പോൾ വരാം. യെസ്, നമുക്ക് റീബർത്ത് അടിക്കാം. ഫസ്റ്റ് റീബർത്ത്, ലെറ്റ്സ് ഗോ. ഇതെന്തു പറ്റി? ഞാൻ എങ്ങോട്ടായി പോകുന്നത്? ഓൾ റൈറ്റ്, ഒരൊറ്റ ഡ്രില്ല് മാത്രം. നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത ഒരൊറ്റ ഡ്രില്ല് മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാം പോയി. ആ ഡിസ്പ്ലേ വെച്ചേക്കുന്ന സ്റ്റെല്ലാറൈറ്റ് ഡിസ്പ്ലേ മാത്രമാണ് കേട്ടോ, അതിൻ്റെ അകത്ത് ഓർമ്മയില്ല. ഓൾ റൈറ്റ് ഗൈസ്, ഫസ്റ്റ് റീബർത്ത് സക്സസ്ഫുള്ളി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് അവൻ്റെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വീണ്ടും നമുക്ക് കുറച്ചുകൂടി പവർഫുൾ ഡ്രില്ല് കളക്ട് ചെയ്യണം, സെറ്റ് ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു റീബർത്തേ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പുതിയ ഡ്രില്ല് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഫ്യൂഷൻ ഡ്രില്ല്, ന്യൂക്ലിയർ ഡ്രില്ല്. ഇത് രണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ എടുത്തിരിക്കും, ഉറപ്പ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് ഗൈസ്. അടുത്ത വീഡിയോയിൽ ഇനിയും ഒരുപാട് പ്രോഗ്രഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.